നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. AEYF ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴ തുടക്കമായി. ഇതോടനുബന്ധിച്ച് യുവജന റാലി നടത്തി. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിന് തൊടുപുഴയിൽ തുടക്കമായി. ഇടുക്കി ആത്മീയയുടെ സഹകരണത്തോടെ നടക്കുന്ന ഫെസ്റ്റിൽ വിത്ത് മഹോത്സവത്തിനും നാടൻ പക്ഷിമേളയ്ക്കുമാണ് മുൻതൂക്കം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ കൺവെൻഷൻ നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TN സീമ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം പൈനാപ്പിൾ ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ധനമന്ത്രി KM മാണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതനായ അഡ്വക്കേറ്റ് TD എൽദോയുടെ സംസ്കാരം നടത്തി. സമൂഹത്തിന്റെ വിവിധ തുറകളുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. AEYF ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവജന റാലി നടത്തി. മങ്ങാട്ടുകവളിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് യുവതി യുവാക്കൾ അണിനിരന്നു. വേണ്ടേ ഫോട്ടോ വേണ്ടേ ആൽബം വേണ്ടേ? സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഫാദർ ജോസ് മൂർക്കാട്ടിൽ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി. പിതാവിന്റെ ഹിതാനുസരണം ലോകത്തിലേക്ക് വരികയും പിതാവിന്റെ ഹിതാനുസരണം തന്നെ തന്നെ ബലിയായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് തൻ്റെ ദൗത്യം ഈശോ പൂർത്തിയാക്കുക. പക്ഷേ നമ്മൾ കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നിരിക്കില്ല യേശുവിൻ്റെ അന്നത്തെ ദൗത്യ നിർവഹണം. ഇപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്കറിയാം ഈശോ മറ്റുള്ളവർക്ക് വ്യത്യസ്തനായിട്ട് കന്യകയിൽ നിന്ന് ജന്മമെടുക്കുന്നു. മറ്റുള്ളവരുമായ ജീവിത സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം വളരെ ഈസിയായിട്ട് പൂർത്തിയാക്കിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചു. മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി എഡ്യൂക്കേഷന് നമുക്ക് ആവശ്യമുള്ള സ്കൂളുകൾ ഉണ്ടാവാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള സ്കൂളുകൾ വേണം. കേരളത്തിൽ അത്രമാത്രം വേണമെന്നില്ല. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള വിദ്യാഭ്യാസം കൈവന്നിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമായതുകൊണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. എങ്കിൽ പോലും എല്ലായിടത്തും നമുക്ക് സ്കൂളുകൾ വേണം, ആവശ്യമുള്ള ടീച്ചേഴ്സ് വേണം, ആവശ്യത്തിലുള്ള സ്കൂളിൽ ഫെസിലിറ്റികൾ വേണം. അത് മോഡേണൈസ് ചെയ്യണം. മുനിസിപ്പൽ ചെയർമാൻ DJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. K പ്രദീപൻ, ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ, കൗൺസിലർ ജോസ് മഠത്തിൽ, T കുഞ്ഞിരാമൻ മാസ്റ്റർ, മത്തായിഷൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ
അമരക്കാരാണ് നിങ്ങൾക്ക് ഈ ഉന്നതിരിക്കുന്നവരും ഈ സ്റ്റേജിൽ അതിനുവേണ്ടി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നതിനും വേണ്ടി കാത്തിരിക്കുന്നത് എന്നെ കരുതുകയാണ്. ഒരു കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും അനുഭവിച്ചിട്ടുള്ളവരാണ് കാലങ്ങളുമായി. സംസ്ഥാന പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ, ഡോക്ടർ റോബിൽ രാജ്, എസ് രാമചന്ദ്രൻ, DDE അനില ജോർജ്, AL പാപ്പച്ചി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രഥമ സനാതന ധർമ്മരക്ഷാ പുരസ്കാരത്തിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ അർഹയായതായി പുരസ്കാരം നിർണയ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് TK തുളസീധരൻ പിള്ള വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം മുതൽ നടപ്പാക്കുന്ന സനാതന ധർമ്മ പുരസ്കാരം ആ പ്രഥമ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് വിശ്വ പരിഷത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി KP ശശികല ടീച്ചറാണ്. സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ മത സാമുദായിക രംഗത്ത് സന്നദ്ധ സേവന രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഈ വർഷം മുതൽ തുടർന്നു വരുന്ന എല്ലാ വർഷവും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഈ അവാർഡ് നൽകുന്നതാണ്. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് 11,111 രൂപയും പ്രശസ്തി ഫലകവും ഉൾക്കൊള്ളുന്നതാണ്. കാൺ സ്ക്രീൻ ഫെസ്റ്റിന് തൊടുപുഴയിൽ തുടക്കമായി. റോഷി അഗസ്റ്റിൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തനതായ നിലയിൽ കാർഷിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർക്ക് പ്രേരണ കൊടുക്കുന്ന വലിയ ഒരു ഏജൻസിയായി കാർഡ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാ മനസ്സിൽ ഉദയം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആശങ്ക ഉൽപാദനത്തിനനുസൃതമായ വില ലഭിക്കുമോ എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദനാനുസൃതമായ വില ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കാർഷിക വൃത്തിയിൽ നിന്ന് പരക്കെ പലപ്പോഴും പിന്മാറിപ്പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹൈടെക് സംവിധാനവും ഹൈടെക് യുഗവും അതിവേഗം മുന്നേറുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏത് തലത്തിലും വിദ്യാർത്ഥികളെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മൃഗസംരക്ഷണ അവാർഡ് ജേതാവ് TJ ഷാർലറ്റ്, വെങ്കടേഷ് ഹബ്ബള്ളി, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ആന്റണി കണ്ടരിക്കൽ, MC മാത്യു, തട്ടക്കുടി രവി, രാധാകൃഷ്ണൻ, PG രാജശേഖരൻ, TS രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ കാണിസ് മൈതാനത്തിൽ ഈ മാസം 23 വരെയാണ് ഫെസ്റ്റ് നടക്കുക. ഇടുക്കി ആത്മീയയുടെ സഹകരണത്തോടെ നടക്കുന്ന ഫെസ്റ്റിൽ വിത്ത് മഹോത്സവത്തിനും നാടൻ ഭക്ഷ്യമേളയ്ക്കുമാണ് മുൻതൂക്കം നൽകുന്നത്. തൊടുപുഴയിൽ നടക്കുന്ന കാർ സ്ക്രീൻ ഫെസ്റ്റിന്റെ 1ാം ദിവസമായ വെള്ളിയാഴ്ച കൊക്കോ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായി നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ജയകുമാർ സാറുമായിട്ട് ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ചാർജും ഏൽപ്പിച്ചിരുന്നത്. അതുമായി ആലോചിച്ച് നമ്മുടെ കൃഷി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ജയരാജ്, കേരള കാർഷിക യൂണിവേഴ്സിറ്റി കൊക്കോ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ പ്രസന്നകുമാരി എം സെമിനാർ നയിച്ചു. കൊക്കോ കൃഷിയിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. ഒന്ന്, ഇത് നമ്മുടെ ഒരു വിളയല്ല, നമ്മുടെ രാജ്യത്തെ വിളയല്ല, തെക്കേ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു വിളയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊക്കോ ഗവേഷണം നടക്കുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. ഞങ്ങളുടെ അവിടെ ഡെവലപ്പ് ചെയ്ത ഒരുപാട് വിത്തുകളാണ് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതൊരു ദീർഘകാല വിളയായതുകൊണ്ട് ഈസ്റ്റ് കല്ലൂർ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ശ്രീകല തീർത്ഥപാദാശ്രമത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ആശ്രമ സമർപ്പണം ഏപ്രിൽ 23-ന് തൃശൂർ പാണ്ഡവഗിരി നാരായണാശ്രമ തപോവനത്തിലെ സ്വാമി പൂമാനന്ദ തീർത്ഥജി മഹാരാജ് നിർവഹിക്കുമെന്ന് സ്വാമി വിവേകാനന്ദ തീർത്ഥപാദർ, മാതാ സ്നേഹാനന്ദമായി തീർത്ഥപാദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 100 വർഷം ആശ്രമ സന്യാസത്തിൻ്റെ തികയുന്ന ഈ സമയത്ത് നമ്മൾ തൊടുപുഴയിൽ ഒരു ആശ്രമം തുടങ്ങുന്നതാണ്. അപ്പം ഞങ്ങൾ പൂർവ്വാശ്രമത്തിൽ ഒന്നിച്ച് ഭാര്യയും ഭർത്താവുമായിരുന്നു. ഞങ്ങളുടെ സമ്പത്തും
ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഒരു സേവന കാര്യങ്ങൾക്ക് വില്ലേജിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഗ്രാമത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളവിടെ ആശ്രമം തുടങ്ങിയിരിക്കുന്നത്. സാധാരണ ഇപ്പം നമ്മൾ പരമ്പരാഗതമായിട്ട് സന്യാസം എന്ന് ഓർക്കുമ്പോൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, എല്ലാം ത്യജിച്ച് മോക്ഷമാർഗം തേടി പോകുന്ന സന്യാസിമാർ എന്നുള്ളൊരു ധർമ്മം കേട്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെയല്ല, നമ്മളുടെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ഇത് നിസ്വാർത്ഥം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ കൺവെൻഷൻ നടത്തി. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ ചേർന്ന കൺവെൻഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി.എൻ. സീമ MP ഉദ്ഘാടനം ചെയ്തു. ആഴത്തിലുള്ള കാഴ്ചകളാണ് തരുന്നത് അത്തരം പഠനങ്ങൾ തരുന്നത്. KSTA കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അധ്യാപകന്മാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. ആ സർവേ ക്രോഡീകരിച്ചു വന്ന് ഞാനാണ്. അത് ക്രോഡീകരിച്ച സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിലെ അധ്യാപകരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ്. പൊതുവെ പറയുന്ന സാമാന്യ പ്രസ്താവനകളല്ലാതെ എന്താണ് അധ്യാപികമാർക്കിടയിലുള്ള അവസ്ഥ, എന്താണ് സംഘടനയുമായിട്ടുള്ള ബന്ധം, എന്താണ് KSTക്കുള്ളിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പരിശോധനയാണ് KST നടത്തിയത്. NGOയുടെ വനിതാ സബ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മിലിറ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അച്ചടക്കത്തോടെ വർക്ക് ചെയ്യുന്ന, അച്ചടക്കം മീൻസ് ശാസ്ത്രീയമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കേണ്ട. KP മേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റസീന പത്മ മുഖ്യപ്രഭാഷണം നടത്തി. KGOA സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ വി രമകുമാരി പ്രമേയം അവതരിപ്പിച്ചു. KGOA ജനറൽ സെക്രട്ടറി K. ശിവകുമാർ, ഗീത ഗോപാൽ, MN പുഷ്പലത, TK സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ KT ശ്രീലതകുമാരി സ്വാഗതവും KM രാജേന്ദ്ര പ്രസാദ് നന്ദിയും പറഞ്ഞു. ശ്രീദേവി എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സംഘടിപ്പിക്കുന്ന സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. പ്രൊഫസർ ഡോക്ടർ വെങ്കിട്ടരാമൻ സെമിനാർ നയിച്ചു. എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുമോ, നല്ല കോളേജ് എന്താണ്, ഇതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ പഠിച്ച് പാസ്സായിട്ട് നല്ല ഗുണമുണ്ടോ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് നല്ലത്. അല്ലാണ്ട് കരിയർ ഗൈഡൻസ് ഒരു സ്ലൈഡ് കാണിച്ചിട്ട് എന്ത് പഠിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബിക്കോസ് ഓൾറെഡി യു ഹാവ് ഡിസൈഡഡ്. ബട്ട് മെനി പീപ്പിൾ എൻഡ് അപ്പ് വിത്ത്, സോ വെൻ യു ഗോ ഫോർ എ കരിയർ സെലക്ഷൻ പ്രോസസ്, സിസ്റ്റേഴ്സ് ഒക്കെ അവിടെ ഇരിക്കും, യു ഹാവ് ടു ആസ്ക് ഫോർ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്. +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആദ്യമായിട്ട് 4 ചോദ്യങ്ങൾ ചോദിക്കണം. എല്ലാം W-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഷുഡ് ഐ സ്റ്റഡി? ഓൾ ദ 5 people decided. Software engineering, PharmD, someone else, civil engineering, 40. I should study 2013, 2015. Third one is where should I study? It's very, very important. Where should I study? വാഴക്കുളം പൈനാപ്പിൾ ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ധനമന്ത്രി K. മാണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിലും സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനങ്ങളിലും കർഷകർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിംഗ് കമ്പനികൾ ഫോം ചെയ്യണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പൈനാപ്പിൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വ്യക്തിപരമായി കർഷകർക്ക് എത്താവുന്ന തലങ്ങളിലേക്കൊക്കെ ഏകദേശം കർഷകരെത്തി. ഇനിയും കൂടുതൽ മുൻപോട്ട് പോകണമെങ്കിൽ കർഷകരുടെ കൂട്ടായ്മകൾ, കർഷകർ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ടായാൽ മാത്രമേ കൃഷിയിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ 11 കർഷകർ കൂടി ചേർന്ന് വാഴക്കുളം പൈനാപ്പിൾ ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പൈനാപ്പിൾ സംബന്ധമായ വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കുന്ന വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം P.T. തോമസ് MPയും അഗ്രോ പാർക്ക് ഉദ്ഘാടനം മന്ത്രി P.J. ജോസഫും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ജോസ് മുല്ലശ്ശേരിൽ, മാനേജിംഗ് ഡയറക്ടർ ജോയി മാത്യു, പ്രൊപ്പറേറ്റർ ബേബി ജോൺ, ഡയറക്ടർ റോയ് ജോൺ എന്നിവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് P.T. എഴുതുയുടെ അകാല വേർപാടിലൂടെ സമൂഹത്തിന് നഷ്ടമായത് പാവങ്ങളുടെ വക്കീലിന്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നീതി തേടിയ എൽദോ തൊടുപുഴയ്ക്ക് തീരാ നഷ്ടമായി. കുട്ടികളോടൊപ്പം പ്രഭാത സവാരി നടത്തുന്നതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് സജീവമായ എൽദോ പ്രമുഖ ദളിത് നേതാവായിരുന്ന KM സലീംകുമാറുമായി ചേർന്ന് ദളിത് ഐക്യ സമിതിക്ക് രൂപം കൊടുത്തു. തൊടുപുഴ കോടതിയിൽ അഭിഭാഷകനായും പ്രവർത്തിച്ചു വരികയായിരുന്നു. മൃതദേഹം അമീപ്ര സെന്റ് മേരീസ് പള്ളിയിൽ സംസ്കരിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. AEYF ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. ഇതോടനുബന്ധിച്ച് യുവജന റാലി നടത്തി. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിന് തൊടുപുഴയിൽ തുടക്കമായി. ഇടുക്കി ആത്മീയയുടെ സഹകരണത്തോടെ നടക്കുന്ന ഫെസ്റ്റിൽ വിത്ത് മഹോത്സവത്തിനും നാടൻ പക്ഷിമേളയ്ക്കുമാണ് മുൻതൂക്കം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ കൺവെൻഷൻ നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TN സീമ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം പൈനാപ്പിൾ ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ധനമന്ത്രി KM മാണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതനായ അഡ്വക്കേറ്റ് TD എൽദോയുടെ സംസ്കാരം നടത്തി. സമൂഹത്തിന്റെ വിവിധ തുറകളുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.